എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ 3 മീൻ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ. 3 മീൻ ഇതാ ഏട്ടൻ പുഴയിൽ പോയിട്ട് ചൂണ്ടിയിട്ട് പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അത് ഇതാ ഫ്രഷ് മീനാണ്. അതിൽ അതിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. കളിച്ച് അത് ഞാൻ എന്താ കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ്. അപ്പോൾ ആ 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ള. ഒരു ചെറിയൊരു മീനും കൂടി ഉണ്ട്. ഇതാ ഉണ്ണിക്കുട്ടനും കൂടെ വീഡിയോ എടുക്കുമ്പോൾ വന്നിട്ട് കൈയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എല്ലാവരും മൺചട്ടിയിലാണ് വെക്കുന്നത്. ഞാനിതാ ഇതിലാണ് വെക്കുന്നത് കേട്ടോ. മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ടതിന് ശേഷം അത് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വതക്കി വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വതക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായി വതക്കി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇവിടെ എരിവ് അധികം ആവശ്യമില്ല, എന്നാലും കുറച്ച് എരിവ് വേണം മീൻ കറി ആകുമ്പോൾ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കണം. ഇവിടെ പിന്നെ പച്ച സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അതിലേക്ക് ഇതാ 2 കുടംപുളി കഴുകിയത് ഇട്ട് കൊടുത്തു. ആ പുളിപ്പ് പോരാന്ന് പറഞ്ഞിട്ട് ഇത്തിരി വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ചാറ് കറിയാക്കാനാണ്. ആകെ 2-3 മീനുള്ളൂ. മീനിൻ്റെ സ്മെല്ല് മതി. പക്ഷെ മീൻ ചാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അത് തിളച്ച് വന്നതിലേക്ക്, ആ പുളിവെള്ളം തിളച്ച് വന്നതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ തേങ്ങ അരയ്ക്കുമ്പോൾ 2-3 ചെറിയുള്ളി കൂടി ഇട്ടിട്ട് അരയ്ക്കാറുണ്ട്. അത് നന്നായി തിളച്ച് വന്നു. അതിലേക്കാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീനും ഇട്ട് കൊടുത്തു കേട്ടോ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി വെന്ത് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറുകി വരും അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.